വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് രണ്ട് വിശിഷ്ട വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയും 6 മാസം ഗർഭിണിയായ എലിസബത്ത് പുണ്യവതിയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഈ സമയത്ത് പരിശുദ്ധ അമ്മ എലിസബത്ത് പുണ്യവതിയെ അഭിവാദനം ചെയ്യുമ്പോൾ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടുന്നു. പ്രിയമുള്ളവരെ, പിന്നെ നമ്മൾ കാണുന്നത് യേശുവിനെക്കുറിച്ചുള്ള ഒരു വാഴ്ത്താണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കർത്താവിൻ്റെ നന്മകളെ പ്രകീർത്തിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ്. ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിരിക്കവേ നഷ്ടമായി പോകുന്ന ഒരു കാര്യമാണ് യേശുവിനെക്കുറിച്ചുള്ള ഈ സംഭാഷണം, ഈ വാഴ്ത്ത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന നന്മകൾ, നമ്മുടെ കർത്താവിൻ്റെ മഹത്വം, ഇതെല്ലാം നമ്മളേറെ സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജീവിക്കുമ്പോൾ സംഭാഷണങ്ങളിലൂടെ വീട്ടിൽ താമസമില്ലാത്ത കുഞ്ഞിൻ്റെ അമ്മാവനെക്കുറിച്ചുള്ള വിവരങ്ങൾ കുഞ്ഞിന് ലഭിക്കുന്നു. സംഭാഷണങ്ങളിലൂടെ വീട്ടിൽ എപ്പോഴുമില്ലാത്ത വല്യപ്പച്ചനെയും ചിറ്റപ്പനെയും ഒക്കെ കുഞ്ഞ് പരിചയപ്പെടുകയാണ്. അമ്മയും അപ്പനും നിരന്തരമായ സംഭാഷണങ്ങളിലൂടെ എപ്പോഴും കൂടെയില്ലാത്ത വിദേശത്തായിരിക്കുന്ന ഒട്ടുമിക്ക വ്യക്തികളെയും ഈ കുഞ്ഞിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് പ്രായപൂർത്തിയായി വരുമ്പോൾ തൻ്റെ കുടുംബത്തിലുള്ള, തൻ്റെ ബന്ധത്തിലുള്ള, തൻ്റെ നാട്ടിലുള്ള ഒരുവിധം എല്ലാ ആളുകളെക്കുറിച്ചും രാഷ്ട്രീയക്കാരെക്കുറിച്ചും എല്ലാം ഒരു പ്രത്യേകതരം ഗ്രാഹ്യം അല്ലെങ്കിൽ അറിവ് നേടുന്നുണ്ട്. ഇതിൽ ഒരു 60-70% വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങളിൽ നിന്നാണ് ആർജിക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിയുമ്പോൾ ഈ കുഞ്ഞ് ലോകത്തിൽ ജീവിക്കാൻ പ്രാപ്തനാവുകയാണ്. കുരുത്തം കെട്ട ഒരു ബന്ധു നമുക്കുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ആ വ്യക്തിയെ വ്യക്തമായി അറിയുകയും ജാഗ്രതയോടെ ഇരിക്കുകയും ചെയ്യും. നമുക്കിഷ്ടമില്ലാത്തൊരു ബന്ധു നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ, ഒരു സുഹൃത്തുണ്ടെങ്കിൽ, നമ്മളതിനോട് ആ വ്യക്തിയോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ ഈ കുഞ്ഞ് പെരുമാറും. കാരണം ഈ കുഞ്ഞ് നമ്മളിൽ നിന്നും ആ വ്യക്തിയെക്കുറിച്ച് അറിയേണ്ടത് അറിഞ്ഞു കഴിയും. പ്രിയമുള്ളവരെ, നമ്മളിവിടെ കാണുന്നത് യേശുവിനെക്കുറിച്ചുള്ളൊരു സംഭാഷണമാണ്. യേശുവിനെക്കുറിച്ച് എലിസബത്ത് പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പരിശുദ്ധ അമ്മ പറയുന്നു. ഇതിനെ നമുക്ക് ജീസസ് ടോക്ക് എന്ന് വിളിക്കാം. നമ്മുടെ വീട്ടിൽ യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരനുഭവം ഇത് എത്ര ഭവനങ്ങളിലുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ സംഭാഷണങ്ങളെല്ലാം നമ്മുടെ ഭവനങ്ങളിലുണ്ട്. നമ്മൾ അനേക വ്യക്തികളെ കാര്യകാരണ സഹിതം അവരുടെ സ്വഭാവ വിശേഷങ്ങളെ നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോഴൊന്നും നമുക്കുണ്ടാകാത്ത ഒരു വൈക്ലഭ്യം എന്തുകൊണ്ടാണ് യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്നത്? നമ്മുടെ മക്കൾക്ക് വിശ്വാസം ഉണ്ടാകാത്തതിൻ്റെ കാരണം നമ്മുടെ വീട്ടിൽ യേശുവിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ സംസാരിക്കാത്തത് കൊണ്ടാണ്. ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ് പറയുകയാണ്, പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം,
ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. അപ്പോൾ ഈ ക്രിസ്മസിൽ നമ്മൾ ധ്യാനിക്കേണ്ട, ഈ കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. നമ്മുടെ വീട്ടിലെ കുഞ്ഞിന് കൃപയും സമാധാനവും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആ കുഞ്ഞിന് ലഭിക്കേണ്ടത് ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനമാണ്. അപ്പോൾ ഈ പൂർണ്ണമായ പരിജ്ഞാനം കുഞ്ഞിന് ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് നമ്മളിൽ നിന്ന് വിട്ടൊഴിയുക? ബന്ധുക്കളെക്കുറിച്ചുള്ള പരിജ്ഞാനം ഏതാണ്ട് ലഭിച്ച കുഞ്ഞ്, നാട്ടുകാരെക്കുറിച്ചുള്ള പരിജ്ഞാനം ഏതാണ്ട് ലഭിച്ച കുഞ്ഞ്, രാഷ്ട്രീയക്കാരെക്കുറിച്ചുള്ള പരിജ്ഞാനം ഏതാണ്ട് ലഭിച്ച കുഞ്ഞ് പറയുകയാണ്, എനിക്ക് യേശുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പരിജ്ഞാനമില്ല. ആരാണ് ഉത്തരവാദി? ആരാണ് വീട്ടുകാരെക്കുറിച്ച് പഠിപ്പിച്ചത്? ആരാണ് നാട്ടുകാരെക്കുറിച്ച് പഠിപ്പിച്ചത്? ആരാണ് ബന്ധങ്ങൾ പരിചയപ്പെടുത്തിയത്? ആരാണ് രാഷ്ട്രീയ വിശ്വാസം പകർന്നു കൊടുത്തത്? ആരാണ് ഇതൊക്കെ ചെയ്തത്? അവർ തന്നെയാണ് ഉത്തരവാദി. അവർ ബാക്കി എല്ലാവരെയും പരിചയപ്പെടുത്തിയ ശേഷം ദൈവത്തെയും യേശുവിനെയും പരിചയപ്പെടുത്തേണ്ടതുപോലെ പരിചയപ്പെടുത്തിയില്ല. കർത്താവിൻ്റെ വചനം പറയുന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? എന്നിട്ട് 17-ാം വാക്യം പറയാണ്, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? ദൈവത്തിൻ്റെ വചനം ചോദിക്കുകയാണ്. അഥവാ മതിയായ രീതിയിൽ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രിയമുള്ളവരെ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവും എല്ലാം പറയുന്നത് ഈ കുഞ്ഞിനെ നമുക്ക് ഏറ്റവും നന്നായി പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. ഈ കുഞ്ഞ് തൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയുകയും താൻ എന്തായിരിക്കണമെന്ന് തൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ് 7 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഈ കുഞ്ഞിന് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്, ദൈവത്തെ ഒഴിച്ച്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ദൈവമാണ്. ഞാൻ അറിഞ്ഞിരിക്കേണ്ട, ഞാൻ ചിന്തിക്കേണ്ട, ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ട വ്യക്തി ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രാധാന്യം എൻ്റെ മനസ്സിൽ നിന്ന് മായാൻ പാടില്ല എന്ന രീതിയിൽ ഈ കുഞ്ഞിനെ നമ്മൾ വളർത്തിയാൽ ആ കുഞ്ഞ് അങ്ങനെ തന്നെ ആയിരിക്കും. ആ കുഞ്ഞിനോട് നമ്മൾ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചാൽ, ആ കുഞ്ഞിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ യേശുവിനെ നമ്മൾ പരിചയപ്പെടുത്തിയാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഈ ലോകത്തിലുള്ളപ്പോൾ മിക്കി മൗസിനെയും ടോം കാറ്റിനെയും പരിചയപ്പെടുത്തുന്നതിൽ ഉത്സുകരായിരിക്കുന്ന നമ്മൾ യേശുവിനെ പരിചയപ്പെടുത്താൻ മറക്കുകയാണ്. ഇതിൻ്റെ പരിണിത ഫലം പിന്നീട് നമ്മളും അനുഭവിക്കുമെങ്കിലും എന്തുകൊണ്ടോ നമ്മളത് മറക്കുകയാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുവിനെക്കുറിച്ചുള്ള സംസാരത്തിൽ നിന്നാണ്, പ്രസംഗത്തിൽ നിന്നാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗം നിർബന്ധമായും ഞാൻ ഉൾപ്പെടുത്തും, അഥവാ സംസാരം. നമ്മൾ പറയരുത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ അങ്ങനെയൊക്കെ സംസാരിപ്പിക്കാൻ അറിഞ്ഞുകൂടാ, വെറുതെയാണ്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ ദൈവവിരുദ്ധമായ ഒരു ശക്തിയിൽ നിന്ന് കടന്നു വരുന്ന മറുപടികളാണ്. നമ്മളുടെ ബന്ധുക്കളെ പരിചയപ്പെടുത്താൻ നമുക്ക് എന്ത് സ്കില്ലാണ് ഉണ്ടായിരുന്നത്? നമ്മളുടെ നാട്ടുകാരെ പരിചയപ്പെടുത്താൻ ഏത് സ്കില്ലായിരുന്നു നമുക്ക് വേണ്ടി വന്നത്? യേശുവിനെ പരിചയപ്പെടുത്താൻ ആ സ്കില്ല് മതി. എങ്ങനെയാണ് നമ്മൾ ആളുകളുടെ കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നത്? അതുപോലെ സമാനമായ രീതിയിൽ യേശുക്രിസ്തുവിനെ വീട്ടിൽ സംസാര വിഷയമാക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കുഞ്ഞിനോട് ചെറുപ്പം മുതൽ പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന, നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്ന,
നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് കൺസൾട്ട് ചെയ്യേണ്ട, പുറത്തു പോകുന്നതിന് മുമ്പ് അനുവാദം ചോദിച്ചിട്ട് പോകേണ്ട, ഉറങ്ങുന്നതിന് മുമ്പ് സംസാരിക്കേണ്ട വ്യക്തിയാണ്. ജീവിതത്തിൽ അനേക തവണ നമ്മൾ സംഭാഷണം നടത്തേണ്ട വ്യക്തിയാണ് യേശു. നമ്മൾ പറയുന്നതെല്ലാം ഈശോയ്ക്ക് കേൾക്കാം. ഈശോ നമ്മളോട് സംസാരിക്കുന്നത് വ്യത്യസ്തമായ രീതികളിലൂടെയാണ്. ബൈബിളിലൂടെ സംസാരിക്കും, വചനപ്രഘോഷകരിലൂടെ സംസാരിക്കും, മാതാപിതാക്കളിലൂടെ സംസാരിക്കും, ബന്ധുക്കളിലൂടെ സംസാരിക്കും. യേശു സംസാരിക്കുന്നത് കേട്ടാൽ തിരിച്ചറിയാൻ പഠിക്കണം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുഞ്ഞിനോട് നമ്മൾ സംസാരിക്കുകയും വചനപ്രഘോഷണങ്ങൾ കേൾക്കുമ്പോൾ യേശുവിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിരുത്തുകയും, ചില സന്ദർഭങ്ങളിൽ കുഞ്ഞിരിക്കുകയില്ല, ഇരുന്നില്ലെങ്കിലും നമ്മളത് കേൾക്കുമ്പോൾ ആ ഭാഗത്ത് കുഞ്ഞുണ്ടായിരിക്കുവാൻ ശ്രദ്ധിക്കുകയും, നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇതൊക്കെ ശ്രവിക്കുന്നതും സംസാരിക്കുന്നതും കുഞ്ഞ് കാണുകയും ചെയ്താൽ അവൻ്റെ അന്തരംഗം യേശുവിനെ സ്വീകരിക്കുവാനും യേശുവിൽ വിശ്വസിക്കുവാനും അനുകൂലമാകുന്ന രീതിയിൽ വളർന്നു വരും. ഈ വിശ്വാസ പരിശീലന നിമിത്തം യേശുവിനെ പോലെ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന, മറ്റു മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ഒരാളായി, ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി കുഞ്ഞു മാറും. പ്രിയമുള്ളവരെ, സ്നാപക യോഹന്നാൻ ഉദരത്തിൽ കിടന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും തൻ്റെ അമ്മയും തൻ്റെ ബന്ധുവായ പരിശുദ്ധ അമ്മയും യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് തുള്ളിച്ചാടി, ദൈവിക സങ്കീർത്തനങ്ങൾ കേട്ട് മനം നിറഞ്ഞ് കുഞ്ഞായി പുറത്തു വന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന അന്തരീക്ഷത്തിൽ വളർന്ന് ഒരു കാലഘട്ടം എത്തിയപ്പോൾ ഇസ്രായേൽ ജനത്തിന് പശ്ചാത്താപവും പാപമോചനവും നൽകുന്ന ഒരു വചനപ്രഘോഷകനായി മാറി, യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന പ്രവാചകനായി മാറി, ഒരു ഉത്തമ സന്യാസിയായി മാറി, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ നന്മയ്ക്കും വചനത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം പേറുന്നത് നമ്മൾ കണ്ടതാണ്. പ്രിയമുള്ളവരെ, സ്നാപക യോഹന്നാൻ ജീസസ് ടോക്ക് കേട്ടു വളർന്നയാളാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്ന സംസ്കാരം, യേശുക്രിസ്തുവിനെ കുറിച്ച് മനഃപൂർവമായി അത്യന്താപേക്ഷിതമാണെന്ന അവസ്ഥയിൽ തന്നെ മനഃപൂർവമായി ചെയ്യുന്നത് ആദ്യമാണ്. പിന്നീട് അത് സംഭവിക്കും. കാരണം യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നമുക്കാവാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അവിഭാജ്യ ഘടകമായി മാറും. നമ്മുടെ വീട്ടിൽ എല്ലാ വ്യക്തികളിലും ആത്മീയത നിലനിൽക്കണോ? ക്രിസ്തുവിനെ കുറിച്ചുള്ള സംസാരം വീട്ടിൽ വർദ്ധിക്കട്ടെ. സിനിമാ നടന്മാരെക്കുറിച്ച് സംസാരിക്കുന്നു, പാട്ടുകാരെക്കുറിച്ച് സംസാരിക്കുന്നു, തമാശക്കാരെക്കുറിച്ച് സംസാരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ മാത്രം നമുക്ക് അറിഞ്ഞുകൂടാ. ആദിമ കാലഘട്ടങ്ങളിൽ അതിനൊരു റിസോഴ്സുകളുടെ കുറവ് ഉണ്ട് എന്നെങ്കിലും നമുക്കറിയാം. എന്നാൽ ഇന്ന് ആഗ്രഹിക്കുന്നവരുടെ അടുക്കൽ ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ എല്ലാ പുസ്തകങ്ങളും ടൂൾസും അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള കോമിക് പുസ്തകങ്ങൾ, CD-കൾ എല്ലാം അവൈലബിൾ ആണ്. വീട്ടിൽ ഒരു യേശുമയമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആവശ്യമായതെല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അവൈലബിൾ ആണ്. അങ്ങനെ തികച്ചും ആത്മീയമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ കുടുംബ സാഹചര്യം മാറ്റിയെടുക്കുവാനായി നമുക്ക് ശ്രമിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ചെറുപ്പക്കാരുടെ ഇടയിൽ ആത്മീയ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു വലിയ കാര്യം, ഈ അടുത്ത കാലത്തൊരു പുരോഹിതനും ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ അനേകം വിഭജനങ്ങളുടെ ഇടയിൽ നേരിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ സംസാരിച്ചപ്പോൾ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യം ഞങ്ങൾ ഒരേപോലെ പറയുകയായിരുന്നു. അതായത്, മാനസാന്തരപ്പെട്ടൊരു വ്യക്തി മാനസാന്തരപ്പെടാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പോൾ അത് കാരണം ആദ്യമേ മാതാപിതാക്കളെ ധ്യാനിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇടവകകളിൽ ഞങ്ങൾ യുവജനങ്ങളെ ധ്യാനിപ്പിക്കാറുള്ളൂ. കാരണം ഒരു ചെറുപ്പക്കാരൻ കർത്താവിനെ അറിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ കർത്താവില്ലെങ്കിൽ
കളകൾ പോലെ സ്വന്തം മാതാപിതാക്കൾ തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതെയാക്കി കളയും. അവൻ്റെ വിശ്വാസത്തെ തകർത്ത് കളയും. അതിനാൽ നമ്മുടെ ഭവനങ്ങൾ യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്ന ഭവനങ്ങളായി മാറണം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഭവനം വളരെ ചെറുപ്പത്തിൽ തന്നെ ഏറെ കഷ്ടപ്പെട്ട് വളർന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ബാല്യം ആ വിശുദ്ധൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ, വിശുദ്ധരായ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവോടുകൂടെ രൂപപ്പെട്ടു. വിശുദ്ധൻ നടത്തിയ പ്രഭാഷണങ്ങൾ, അനേക പുസ്തകങ്ങളിൽ ഒതുങ്ങാത്ത വിധം നടത്തിയ ആത്മീയ ഉൾക്കാഴ്ച നൽകുന്ന ദൈവിക വെളിപ്പെടുത്തലുകൾ, ഇതെല്ലാം പാറമടയിൽ അധ്വാനിച്ചൊരു യുവാവിൽ നിന്ന് കടന്നു വന്നുവെന്ന് എങ്ങനെ വിശ്വസിക്കാനാകും? ഇതിൻ്റെ എല്ലാം പിന്നിൽ ആഴമേറിയ ദൈവിക പരിജ്ഞാനം ഭവനത്തിൽ വെച്ച് രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞിപ്പെണ്ണായ കൊച്ചുത്രേസ്യ പുണ്യവതി, അങ്ങനെ ഏറെ പഠിക്കുവാനുള്ള അവസരം കിട്ടിയിട്ടില്ല. നല്ലൊരു കന്യാസ്ത്രീയായിരുന്നു. അവളിൽ നിന്ന് ഇത്രയും അനർഗളമായി ക്രിസ്തു വിജ്ഞാനീയം ഒഴുകിയെത്തിയത് എങ്ങനെയാണ്? അവൾ എങ്ങനെയാണ് നമ്മളെ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന വിധം അതിമനോഹരമായ ഗ്രന്ഥം രചിച്ചത്? അവരുടെ രചനകളിലൂടെ ഇത്രയും ആഴമായ ദൈവിക ജ്ഞാനം ഒഴുകി ഇറങ്ങിയത് എങ്ങനെയാണ്? അതിൻ്റെ പിന്നിൽ ആ വിശുദ്ധയെ വളർത്തിയ കുടുംബത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. അവരുടെ അറിവ് അവരുടെ വീട്ടിൽ നടന്ന യേശുവിനെക്കുറിച്ചുള്ള സംഭാഷണ ശകലങ്ങൾ കോർത്തിണക്കി രൂപപ്പെട്ടതാണ് അവയുടെ അടിസ്ഥാനം. നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളുടെ കുഞ്ഞുങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം നിറയണം. വീട്ടിലൊരിക്കലും സഭയെക്കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. വീട്ടിലൊരിക്കലും സഭയിലെ വീഴ്ചകൾ എടുത്തു പറഞ്ഞ് സംസാരിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളത് കേൾക്കുന്നുണ്ട് ലോകത്ത്. അപ്പോൾ നമ്മൾ അവിടെ നൽകേണ്ടത്, തെറ്റുകൾ പറ്റുന്നവരുണ്ടായേക്കാം, എങ്കിലും സഭയാൽ തന്നെ വിശുദ്ധമാണെന്നും എല്ലാ കാര്യങ്ങളും സത്യമാകണമെന്നും നിർബന്ധമില്ലെന്നും ചെറുപ്പത്തിലെ കുഞ്ഞിനെ മനസ്സിലാക്കണം. നമ്മൾ കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്ന് നിർബന്ധമില്ലെന്നും, സത്യമാണെങ്കിൽ തന്നെ അത് വളരെ ചുരുക്കമായ കാര്യങ്ങളാണെന്നും കുഞ്ഞ് തിരിച്ചറിയും വിധം ആ കുഞ്ഞിനെ ബോധവൽക്കരിക്കണം. അടുത്ത നാളത്തെ സഭയുടെ വിശുദ്ധി നിറഞ്ഞ സഭയുടെ ചക്രം പിടിക്കേണ്ടവരുടെ കൂട്ടത്തിൽ നിൽക്കേണ്ടവനാണ് നീ എന്നും നിൽക്കേണ്ടവളാണ് നീ എന്നും, നാളത്തെ സഭയിലെ വിശുദ്ധരായ വ്യക്തികളായി സഭയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നിങ്ങളിലാണെന്നും, ഇന്ന് നമ്മൾ കാണുന്ന തെറ്റുകൾ നാളെ ഉണ്ടാവാതെ ഇരിക്കേണ്ടതിനുള്ള തീരുമാനമെടുക്കേണ്ടത് നീയാണെന്നും, നിങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ കാലഘട്ടം വരുമ്പോൾ പരിശുദ്ധിയുള്ള സഭ ഇവിടെ ഉണ്ടാകുമെന്നും പറഞ്ഞ് കുഞ്ഞിനെ ആവേശഭരിതമാക്കണം. യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സഭ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, ആ മൂല്യങ്ങൾ നിറഞ്ഞ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ വളരാൻ നമ്മൾ പരിശ്രമിക്കണം. നാട്ടുകാരുടെ മക്കളെ വളർത്തി പരാജയപ്പെട്ടതിനെക്കുറിച്ച് കുറ്റം പറയുകയാണ് നമ്മൾ ഇന്ന് നമ്മുടെ സഭയിലെ ഏതെങ്കിലും വീഴ്ചകൾ കണ്ടാൽ. എന്നാൽ നമ്മളുടെ കുഞ്ഞിനെ നമ്മൾ ഏത് രീതിയിൽ സഭയിൽ കുഞ്ഞുങ്ങളും വ്യക്തികളും രൂപപ്പെടണം, നേതൃത്വങ്ങൾ രൂപപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുവോ, ആ മൂല്യങ്ങളോടുകൂടി നമ്മുടെ കുഞ്ഞിനെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വത്തിൽ നമ്മൾ വ്യാപൃതരാകുകയാണ് വേണ്ടത്. അങ്ങനെ കുഞ്ഞിന് ഏതെങ്കിലും രീതിയിലുള്ള തെറ്റായ ഇൻഫർമേഷൻ ലോകത്തിൽ നിന്ന് കിട്ടുമ്പോഴും അതിനെ തിരുത്തി അതിജീവിച്ച് കൂടുതൽ വിശുദ്ധിയാർന്ന സഭയെ പണിതുയർത്താനുള്ള ഉത്തരവാദിത്വം നിന്നിലുണ്ട്. നിങ്ങൾ ചെയ്യും, അത് കാത്തിരിക്കുകയാണ് ഞങ്ങളെന്ന് പറഞ്ഞ കുഞ്ഞിനെ വിശുദ്ധിയിൽ വളരാൻ ആവേശം കൊള്ളിക്കാനുള്ളൊരു അവസരമാക്കി പോലും നമുക്കതിനെ മാറ്റുവാൻ സാധിക്കും. ഇവരുടെ കാലഘട്ടം വരുമ്പോൾ സഭ കൂടുതൽ വിശുദ്ധമായിരിക്കും. അങ്ങനെ പറയണം നമ്മൾ. കാരണം അവരുടെ മാതാപിതാക്കൾക്ക്, പണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ അറിവ് ദൈവകൃപയാൽ വചന പ്രഘോഷണങ്ങളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതിനാൽ, ഞങ്ങളിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന അറിവ് നിമിത്തം ഇവരുടെ കാലഘട്ടം വരുമ്പോൾ അതിവിശുദ്ധമായ ഒരു സഭ
ഈ ലോകത്തുണ്ടായിരിക്കും. അങ്ങനെ പോസിറ്റീവായിട്ട് പറയട്ടെ. തെറ്റുകൾ ലോകത്തിന് ചൂണ്ടിക്കാണിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വിശുദ്ധിയും എളിമയും സ്നേഹവും നിറഞ്ഞ അനേകം മനുഷ്യരുള്ള സഭാതനയരുള്ള ഒരു ഭാവി സഭയാണ് നമ്മുടെ മക്കൾ വാർത്തെടുക്കാൻ പോകുന്നതെന്ന് നമ്മുടെ വീടുകളിൽ നമ്മൾ പറയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളത് കേട്ട് വളരട്ടെ. ഇതാണ് ജീസസ് ടോക്ക്. ഇത് നമ്മുടെ വീട്ടിൽ വളരണം. നാളെ പടുത്തുയർത്തുവാനുള്ള ഉത്തരവാദിത്വം ക്രിസ്തുവിൽ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞ് കുഞ്ഞ് വളരണം. ഞാനൊരു വിശുദ്ധനാകാനും മിഷണറി ആകാനും സമൂഹത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് യേശുവിനെ പോലെ ജീവിക്കാനും വിളിക്കപ്പെട്ടതാണെന്ന് കുഞ്ഞ് ചെറുപ്പത്തിലേ അറിയണം. ഈ ലോകത്തിൽ ഇന്ന് കാണുന്നതല്ല പ്രലോഭനങ്ങൾ. ഇതിനേക്കാൾ വലിയ പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്ന അന്ധകാര യുഗങ്ങൾ ഉണ്ടായിരുന്നെന്നും അന്നൊക്കെ അതിവിശുദ്ധിയോടെ ജീവിച്ച വിശുദ്ധരാണ് സഭയെ ഉയർത്തിക്കൊണ്ട് ഈ ലോകത്തിൽ പ്രതിസന്ധികളിലൂടെ കടത്തിക്കൊണ്ടുവന്നതെന്നും അതിനെയൊക്കെ അതിജീവിക്കുവാൻ സഹായിച്ചതെന്നും ആ വിശുദ്ധ വ്യക്തിത്വങ്ങളെപ്പോലെ ഇന്ന് വിശുദ്ധരാകുവാൻ മൊബൈൽ ഫോണിൻ്റെയും ഈ കാണുന്ന ലോകത്തിലെ ലൗകിക ആഡംബരങ്ങളുടെയും മധ്യത്തിൽ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാനുള്ള ഈ കുഞ്ഞിനെ വെല്ലുവിളികൾ നൽകിക്കൊണ്ട് വിശുദ്ധരാകാനുള്ള വെല്ലുവിളികൾ നൽകിക്കൊണ്ട് വളർത്തിയെടുക്കുവാനുള്ള വലിയ ഒരു വിളി ദൈവമക്കളെന്ന നിലയിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുവാൻ, കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് സംസാരിക്കുവാൻ, അവരെ പ്രത്യാശാഭരിതരും ഉത്തരവാദിത്വ ബോധമുള്ളവരുമാക്കി തീർക്കുന്ന രീതിയിൽ ആ മക്കളുടെ മനസ്സിനെ പരിപക്വമാക്കുന്ന രീതിയിൽ വീട്ടിൽ സംഭാഷണങ്ങൾ നടത്തുവാൻ നമ്മൾ തയ്യാറാകാത്ത കാലത്തോളം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ്, പിശാച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ്, സഭ ഇല്ലാതെയായി പോകുന്നുവെന്ന് പിശാച് പറയുന്നത് നമ്മൾ വീട്ടിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളെ അത് കേൾപ്പിച്ച് വളർത്താതെ ഭാവിയെ പടുത്തുയർത്താൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്ന വിശുദ്ധി നിറഞ്ഞ മാതാപിതാക്കളായി നമ്മൾ മാറണം. സഹോദരങ്ങളായി നമ്മൾ മാറണം. അതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ളൊരു ലൈബ്രറി ഉണ്ടാകണം. നമ്മളുടെ വിശുദ്ധർ എഴുതിയ പുസ്തകങ്ങൾ ഉണ്ടാകണം. നമ്മളുടെ വിശുദ്ധർ കർത്താവിൻ്റെ ജീവിതത്തിൽ, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ജീവിതത്തിൽ എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കാമെന്ന് എഴുതിയ പുസ്തകങ്ങൾ ഉണ്ടാകണം. ക്രിസ്ത്വാനുകരണം ഉണ്ടാകണം. കാറ്റഗിസം ഉണ്ടാകണം. വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകൾ ഉണ്ടാകണം. തിയോളജി ഓഫ് ബോഡി, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ശാരീരിക വിശുദ്ധിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഉണ്ടാകണം. ലേഖനങ്ങൾ ഉണ്ടാകണം. അദ്ദേഹത്തെ വിശുദ്ധൻ്റെ പ്രഭാഷണങ്ങളുടെ സമാഹാരം ഉണ്ടാകണം. നമ്മളുടെ വീട്ടിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ എഴുതിയ പുസ്തകമുണ്ടാകണം. അവരുടെയൊക്കെ ജീവചരിത്രങ്ങൾ ഉണ്ടാകണം. വിശുദ്ധ അന്തോനീസിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഉണ്ടാകണം. കഥപുസ്തകങ്ങൾ വേണം, വലിയ പുസ്തകങ്ങൾ വേണം, ആഴമുള്ള പുസ്തകങ്ങൾ വേണം. ദൈവികമായ ഒരു ലൈബ്രറി നമ്മുടെ വീട്ടിലുണ്ടാകണം. ഇത് കുഞ്ഞ് വായിച്ച് വളരണം. ഇങ്ങനെ വായിച്ചും കേട്ടും മനസ്സിലാക്കിയും വിശുദ്ധർ പറഞ്ഞ വാക്കുകൾ കേട്ട് സഭയെ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തെ അറിഞ്ഞുകൂടാത്തവരുടെ വാക്കുകൾ കേട്ട് സഭയെ വെറുക്കാത്തവരായി കുഞ്ഞുങ്ങൾ മാറും. കാരണം നമ്മുടെ വിശുദ്ധർ സ്നേഹിച്ചതുപോലെയാണ് നമ്മൾ സഭയെ സ്നേഹിക്കേണ്ടത്, അല്ലാതെ നാട്ടുകാർ പറയുന്നത് പോലെയല്ല. നമ്മുടെ വിശുദ്ധർ ഈ ലോകത്തെ മാറ്റിമറിച്ചവർ, ഈ ലോകത്തിൽ സഭയിലൂടെ അനേകർക്ക് നന്മ കൊയ്തെടുത്തവർ, അനേകർക്ക് വേണ്ടി ജീവിതം മുഴുവൻ ത്യാഗമായി അർപ്പിച്ചവർ, ഒരു കുറ്റവും നമുക്ക് പറയാൻ സാധിക്കാത്ത സഭയിലെ വിശുദ്ധരായ വൈദികരും മെത്രാന്മാരും കന്യാസ്ത്രീകളും അടങ്ങിയ വലിയൊരു സമൂഹം, അൽമായരായിട്ടുള്ള വിശുദ്ധരും അടങ്ങിയ വലിയൊരു സമൂഹം, അവർ നമുക്ക് കാണിച്ചു തന്ന മാതൃകകളും അവർ എഴുതിയ പുസ്തകങ്ങളും അവരുടെ വാക്കുകളും നമ്മുടെ വീട്ടിൽ മുഴങ്ങട്ടെ. അപ്പോൾ ക്രിസ്തുവിന് വിരുദ്ധമായത് എല്ലാത്തിനെയും പിഴുതെറിയുവാൻ സാധിക്കും വിധം നമ്മുടെ വീട്ടിലൊരു ഉത്തമ ക്രൈസ്തവ കുടുംബ സംസ്കാരം ഉടലെടുക്കും. ഇതിനുവേണ്ടി നമുക്ക് പൂർണ്ണമായി പരിശ്രമിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ഉണ്ണിയേശുവിൻ്റെ വരവ് കാത്തിരിക്കുന്ന ആ ദിവസങ്ങൾ ധ്യാനിക്കുന്ന നമുക്ക് ഈ സമയം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, വലിയ ഒരു തുറവി ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ. അന്ധകാരത്തിൽ നിന്ന് വലിയ പ്രകാശത്തിലേക്ക് ഞങ്ങളുടെ കുടുംബ സംസ്കാരം മാറട്ടെ. ദൈവത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും വിശുദ്ധർ സംസാരിച്ചതുപോലെ ഞങ്ങളുടെ ഭവനത്തിൽ സംസാരിക്കുവാൻ, ഓരോ പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ വിശുദ്ധരും നടത്തിയ പ്രത്യേകമായ ഇടപെടലുകൾ കണ്ട് മനസ്സിലാക്കി അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളുടെ ഉള്ളിലെ ജ്ഞാനത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. കർത്താവെ, സമൃദ്ധമായി ഞങ്ങളെ അങ്ങയുടെ സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.